രാവിലെ തന്നെ രാവിലത്തെ പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പണി നമുക്ക് വീടിലെ പണിയെന്ന് വെച്ചാൽ വൃത്തിയാക്കൽ, ക്ലീനിങ്, തുണി മടക്കൽ, ഇങ്ങനെ കുറേ സംഗതി അലക്കുമ്പോൾ കാര്യങ്ങളും കുറേ ഉണ്ടാവുമല്ലോ. ഏതായാലും ഒന്ന് വൃത്തിയാക്കാമെന്ന് ഓർത്തുകൊണ്ട് മേലോട്ട് വരുമ്പോഴത്തേക്ക് കുറേ തുണിയുണ്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ അതെല്ലാം ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ഞാൻ തുണി മടക്കില്ലെങ്കിൽ ഒരു മനുഷ്യൻ മടക്കാനില്ല. അവരൊക്കെ തിരക്കായതുകൊണ്ട് അവർക്ക് അലമാരി കൊണ്ട് വെച്ചാൽ കൊടുത്താൽ മാത്രം എടുത്ത് അത് ഇസ്തിരി ഇട്ട് പോകുന്ന പാർട്ടികളല്ലായിരുന്നു. നമ്മൾ പറഞ്ഞു മടുക്കാന്നല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. ഇവൻ്റെ മുറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവൻ എപ്പോൾ നോക്കിയാലും എങ്ങനെയാണ്. ഞാൻ അവന് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് പറയാൻ തുടങ്ങിയത് അവരവരുടെ റൂമും വൃത്തിയാക്കി സൂക്ഷിക്കണം, തിന്ന പാത്രം കൊണ്ടുവെക്കണം, സ്നാക്സ് കഴിക്കുന്ന പാത്രം കൊണ്ടുവെക്കണം എന്നൊക്കെ പറയും. പുതപ്പൊക്കെ മടക്കിയിടണ ദിവസം പിന്നെ അടുക്കി വെക്കണം, ഇങ്ങനത്തെ പണികളൊക്കെ പറയും. പക്ഷെ ചെയ്യേയില്ല. എല്ലാ വീട്ടിലും ആൺപിള്ളേർ എങ്ങനെയാ തോന്നുന്നത്. ഇപ്പോൾ ആ പ്രായമൊക്കെ കഴിഞ്ഞ് കൊല്ലം കുറേയായി, ഇപ്പോൾ 10-20 വയസ്സായി, വലിയ ആളായി. എന്നിട്ടും ഈ പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യണം. പുതപ്പ് മടക്കലും വൃത്തിയാക്കലും 4-5 ദിവസത്തെ ഉണ്ടാവും കൂട്ടി വെച്ചിട്ട്. എല്ലാ വീട്ടിലെ ചെക്കന്മാർ എങ്ങനെയാണോ എന്തോ, എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഏതായാലും അതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് മേലെ കുറച്ച് ചെടിക്ക് നോക്കാൻ നടത്തുന്നുണ്ട്. ഒന്ന് നമ്മുടെ ചാമ്പങ്ങയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. പഴുക്കാറായിട്ടുണ്ട്. വെള്ളച്ചാമ്പയാണ്. ചുവന്നതാന്ന് ഓർത്തോണ്ടേ ഇരുന്നത്. നോക്കുമ്പോൾ വെളുത്തതാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല കായ ഉണ്ടായിട്ടുണ്ട്. കുറേ കായ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. പക്ഷെ ആ കായൊന്നും അത്രയ്ക്ക് പിടിച്ചില്ല. എന്താ വെച്ചാൽ വെയിലിൻ്റെ ചൂട് കാരണം ഇത് താഴേന്ന് സിമെൻറ്റിൻ്റെ ചൂടും കൂടി ആയതുകൊണ്ട് വേഗം പൊഴിഞ്ഞു പോയി. ഇത് മേലെ ഷെയ്ഡ് ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കായ് പൊഴിഞ്ഞു പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. നോക്കി നോക്കി ഇരുന്നുണ്ടായതാ. നിറയെ കായ് ഇട്ടതാ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാം പൊഴിഞ്ഞു പോയി. അതിനകത്തുനിന്ന് ഒരു 10 കായ് കിട്ടി. ഏതായാലും അതെല്ലാം നോക്കി അതിനകത്തുനിന്ന് 2 കായും പറിച്ച് വന്നിട്ട് ഇതാണ് എൻ്റെ വർക്ക് ഏരിയ. ഞാൻ ഇതിനകത്തിരുന്നിട്ടാണ് എൻ്റെ പെയിൻറ്റിങ്സും അതും ഇതും എല്ലാം ചെയ്യുന്നത്. കുറേ ഷീറ്റുകളുണ്ട്, പേപ്പറുകളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ തരം പെയിൻറ്റിങ്ങും ചെയ്യും. വാട്ടർ കളറാണ് കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പരിപാടിയെല്ലാം ഫ്രീ ടൈമിൽ ചെയ്യുക. വീട്ടിലെ പണി തന്നെ തീരുമ്പോഴത്തേക്കും രാവിലത്തെ പണികളൊക്കെ കഴിയുമ്പോഴത്തേന് ഒരു സമയമാവും. എന്നാലും കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും. കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളും. എനിക്കിഷ്ടമാണ് പെയിൻറ്റിങ് ചെയ്യാൻ. ചിലപ്പോൾ ബോറടിക്കും കേട്ടോ, അപ്പോൾ ഇട്ടിട്ട് പോകും. ചില വർക്കൊക്കെ പകുതിയാക്കിയിട്ട് ഇട്ടിട്ട് പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് തൊട്ടതുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിലിരുന്ന മധുരക്കിഴങ്ങിൻ്റെ വള്ളി നല്ല ഉഷാറായിട്ട് ഓടി മേലോട്ട് കയറിയിട്ടുണ്ട്. പക്ഷേ ഇലയൊന്ന് പഴുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മനസ്സിലായത് അതിനകത്ത് വെള്ളമില്ല. ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നു പോയിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഓക്കേ.